ഇരവാദം ഉന്നയിച്ച് ഉയർത്തെഴുന്നേൽക്കുക എന്ന് കേട്ടിട്ടില്ലേ? 2007-നും 2024-നും ഇടയിൽ നടന്ന 4 തിരഞ്ഞെടുപ്പുകളിൽ BJP അധികാരത്തിലെത്തിയത് ഈ അടവും പയറ്റിയാണ്. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ ജൻവിശ്വാസ് യാത്രയിൽ RJD തലവൻ ലാലു പ്രസാദ് യാദവിന്റെ മോദി വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തവണത്തെ ഇരവാദ നാടകങ്ങൾക്ക് തിരശീല ഉയർന്നത്. ഇതോടെ പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJP പതിവ് പോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ യൂസർ നെയിം എഡിറ്റ് ചെയ്ത് മോദി കാ പരിവാർ എന്ന് ചേർക്കുകയാണ് BJPയിലെ പ്രമുഖ നേതാക്കളെല്ലാം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പയിന്റെ ഭാഗമായി. മോദി കുടുംബാധിപത്യ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മോദിക്ക് ഒരു കുഞ്ഞു പോയിട്ട് കുടുംബം പോലും ഇല്ലെന്നായിരുന്നു ലാലുവിന്റെ വിമർശനം. മോദി യഥാർത്ഥ ഹിന്ദുവല്ലെന്നും അമ്മ മരിച്ച ദിവസം അദ്ദേഹം തലമുടി കളഞ്ഞില്ലെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു BJPയുടെ മോദി പരിവാർ ക്യാമ്പയിന് തുടക്കമായത്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, ജ്യോതിരാദിത്യ സിന്ധ്യ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ യൂസർ നെയിം മോദി കാ പരിവാർ എന്ന് ചേർത്ത് ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. മോദിയുടെ പാർലമെന്റ് മണ്ഡലമായ വാരണാസിയിൽ ഹം ഹേ മോദി കാ പരിവാർ എന്നെഴുതിയ പോസ്റ്ററുകൾ സംഘപരിവാർ അനുഭാവികൾ വീടിന് പുറത്ത് പതിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിങ്ങൾ എല്ലാവരും മോദിയാണെന്നും മോദി നിങ്ങളുടേതാണെന്നും രാജ്യമൊന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറയുന്നുവെന്നാണ് ഇതിൽ കയറിപ്പിടിച്ച് തെലങ്കാനയിൽ നടന്ന ഇലക്ഷൻ പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. देश के कोटि कोटि लोग यही मेरा परिवार है। ये नौजवान, देश का हर गरीब, देश के कोटि कोटि बच्चे बुजुर्ग, जिसका कोई नहीं है वो भी मोदी के हैं और मोदी उनका है। मेरा भारत, मेरा परिवार, इसलिए आज पूरा देश एक सुर में कह रहा है, मैं हूं मोदी का परिवार. ഇതാദ്യമായല്ല എതിരാളികളുടെ രൂക്ഷ പരാമർശങ്ങളെ BJP മോദിയും തങ്ങൾക്ക് അനുകൂലമായി എടുക്കുന്നത്. ഇതിനു മുമ്പും പലവട്ടം സമാനമായ ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. അന്നതിന് കളമൊരുക്കിയതും കോൺഗ്രസ് തന്നെയായിരുന്നു. മൗട്ട് കാ സൗദാഗർ, 2002-ലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 2007-ൽ കോൺഗ്രസ് നേതാവും ഭരണകക്ഷിയായ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് പ്രസിഡന്റുമായ സോണിയാഗാന്ധി മൗട്ട് കാ സൗദാഗർ അഥവാ മരണത്തിന്റെ വ്യാപാരി എന്നാണ് മോദിയെ വിശേഷിപ്പിച്ചത്. പിന്നീട് 2001-ലെ പാർലമെന്റ് ആക്രമണത്തിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് BJP ഇതേ വിശേഷണങ്ങൾ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു. ഇതോടെ മോദിയുടെ തട്ടകത്തിൽ BJP ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ഗുജറാത്ത് നിയമസഭയിലെ 182 സീറ്റുകളിൽ 117 സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 2014-ൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരാൻ ശ്രമിച്ചപ്പോൾ BJP മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സുപ്രധാന നിമിഷങ്ങളിലൊന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മോദി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകില്ലെന്ന് പരിഹസിച്ചു. പകരം അദ്ദേഹത്തിന് കോൺഗ്രസ് കോൺക്ലേവിൽ ചായ വിൽക്കാമെന്നും ചായക്കാരന്റെ മകനെന്ന നിലയിൽ മോദിയുടെ കുടുംബത്തെ പരാമർശിച്ച് അയ്യർ വാക്ശരങ്ങൾ എയ്യുകയും ചെയ്തു. ഫലത്തിൽ അയ്യരുടെ പരിഹാസം പ്രധാനമന്ത്രി മോദിയെ എളിമയുള്ള ഒരു നേതാവായി ഉയർത്തിക്കാട്ടി. താമസിയാതെ ചായ് പേ ചർച്ച BJPയുടെ തെരഞ്ഞെടുപ്പ് ജനപ്രിയ പ്രചാരണ പരിപാടിയായി മാറി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 282 സീറ്റുകൾ നേടുകയും ആവശ്യമായ ഭൂരിപക്ഷത്തേക്കാൾ 10 സീറ്റുകൾ അധികം നേടുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം 2017-ൽ മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ BJPക്ക് അടുത്ത വിജയം സമ്മാനിക്കാനായി അയ്യർ മറ്റൊരു ഗൂഢ നീക്കവും നടത്തി. അദ്ദേഹം മോദിയെ നീച്ച് ആദ്മി എന്ന് വിളിച്ചു. താഴ്ന്ന മനുഷ്യൻ എന്നർത്ഥം വരുന്ന വാക്കിന് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതോടെ അത് അദ്ദേഹത്തിന്റെ മോശം ഹിന്ദിയാണെന്ന് ന്യായീകരിച്ച് തടിതപ്പുകയും ചെയ്തു. 2019-ൽ അരങ്ങേറിയ BJPയുടെ മെയിൻ ഭി ചൌക്കിദാർ എന്ന പ്രചരണവും ഇന്ത്യക്കകത്തും പുറത്തും വൈറലായിരുന്നു. ഈ നീക്കം BJPയുടെ പ്രചരണത്തിനുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും 2019-ൽ പ്രധാനമന്ത്രി മോദിയെ വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിക്കുകയും ചെയ്തു. 2019-ൽ BJPയുടെ സീറ്റുകളുടെ എണ്ണം 282-ൽ നിന്ന് 302-ആയി ഉയരുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമെല്ലാം മെയിൻ ഭി ചൌക്കിദാർ ഹൂം എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുള്ള ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ദേശ് കാ ചൌക്കിദാർ ചോർ ഹെ, അതായത് രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി മോദിയെ കള്ളൻ എന്ന് ലക്ഷ്യം വെച്ച് സംസാരിച്ചപ്പോൾ नरेंद्र मोदी जी ने सरकारी कंपनी से कॉन्ट्रैक्ट छीना, अनिल अंबानी के साथ फ्रांस गए,
फ्रांस में राफेल हवाई जहाज का कॉन्ट्रैक्ट बदला, 526 करोड़ रुपए का हवाई जहाज 1600 करोड़ रुपए में खरीदा। ये आपने को नरेंद्र मोदी ने भाषण में बोला, क्यों नहीं बोला भाई और बहनों? क्योंकि चौकीदार 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 രാജ്യത്ത് നിരീക്ഷിക്കുന്ന അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന കാവൽക്കാരൻ എന്നാണ് മോദിയും കൂട്ടരും അതിനെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കിയത്. രാഹുലിന്റെ ചൌക്കിദാർ ചോർ ഹെ കമന്റിന് തൊട്ടു പിന്നാലെ BJP അനുഭാവികളും പ്രധാനമന്ത്രി മോദിയുടെ ക്യാബിനറ്റ് സഹപ്രവർത്തകരും അവരുടെ സോഷ്യൽ മീഡിയ ബയോയിൽ അവരുടെ പേരുകൾക്കൊപ്പം ചൌക്കിദാർ എന്ന് ചേർക്കാൻ തുടങ്ങി. മോദിയെ ആര് വാക്കാൽ കടന്നാക്രമണം നടത്തിയാലും അത് BJPക്ക് നേട്ടമാണ് എന്ന നിലയ്ക്കാണ് നിലവിൽ കാര്യങ്ങൾ നീങ്ങുന്നത്.